ഹായ് ഗായ്സ്, ഗലിപ്പുറം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 10th വീക്ക് എവിക്ഷനിലേക്കുള്ള വാശിയേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ്, അതായത് സോഷ്യൽ മീഡിയ പോളുകളുടെ വോട്ടിംഗ് റിസൾട്ടാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഈ 8 പേരിൽ നിന്ന് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്പിൽ കയറി മാത്രം വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിക്ക് ലഭിക്കത്തുള്ളൂ. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ പോളിനനുസരിച്ചുള്ള വോട്ടിംഗ് റിസൾട്ടാണ്. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ, ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് 3 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അനീഷ് അനുമോളെ അട്ടിമറിച്ചുകൊണ്ട് 1ാം പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അനീഷിന് 1ാം പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. 19,706 വോട്ടോടുകൂടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിലേക്ക് അനുമോൾ ഒന്ന് അടിതെറ്റി വീണുപോയിരിക്കുകയാണ്. ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അനുമോൾ പിന്നിലേക്ക് വന്നിരിക്കുന്നത്. 19,690 വോട്ടോട് കൂടി അനീഷുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഒരു ടോപ്പ് 3 ഉണ്ടെങ്കിൽ അത് താനായിരിക്കും 3 എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ്. 13,700 വോട്ടോട് കൂടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. ഒരു സ്റ്റഡി വോട്ടിംഗ് പാറ്റേൺ ആണ് അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ 4ാം പൊസിഷനിലാണ്. 11,809 വോട്ട് നേടി 4ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ സാബുമോൻ കയറി വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് സാബുമോൻ ഇത്രയും വോട്ട് ലഭിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. 11,207 വോട്ട് നേടി 5ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. 6ാം പൊസിഷനിൽ നെവിൻ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. വേദലക്ഷ്മി അട്ടിമറിച്ചുകൊണ്ട് 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 11,999 വോട്ടോട് കൂടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി കൂപ്പുത്തിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഇത്രയും താഴ്ന്ന പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 10,950 വോട്ടോട് കൂടി 7ാം പൊസിഷനാണുള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വേദലക്ഷ്മിക്ക് വളരെ നിർണായകമാണ്. 8ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ തുടരുകയാണ്. ഇത്തവണ പുറത്തു പോകുന്നതിന് പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥി 10,098 വോട്ടോട് കൂടി 8ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ നിലനിർത്തിയിരിക്കുകയാണ്.